ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് ഐസക് ന്യൂട്ടൻ്റെ, നമ്മുടെ ഭൂഗുരുത്വാകർഷണ ഗ്രാവിറ്റേഷണൽ തിയറിയൊക്കെ കണ്ടുപിടിച്ച ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം, ദ തേർഡ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്ന ആ ശാസ്ത്രീയ നിരീക്ഷണ പ്രകാരം പിന്നെ നമ്മൾ എല്ലാവരും കോട്ട് ചെയ്യുന്നൊരു വാക്കാണ്. ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അങ്ങനെ ഈ തുല്യമോ വിപരീത ദിശയിലോ ഉള്ളതായ ഒരു റിയാക്ഷനായിരുന്നു ഗുജറാത്ത് കലാപം എന്നതാണ് വാസ്തവം എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എമ്പുരാൻ സിനിമ വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയെക്കുറിച്ച് ഒരു ഫിലിം വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ച് പറഞ്ഞെങ്കിലും ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണാൻ പറ്റിയ ഒരു സ്ഥലത്തുമല്ല ഞാനിപ്പോൾ ഉള്ളത്. ആ സിനിമ കാണാതെ ആ സിനിമയെക്കുറിച്ച് വിലയിരുത്തുന്നതിനകത്ത് അനൗചിത്യമുണ്ട് എന്നതുകൊണ്ട് ഞാൻ അതിന് മുതിരുന്നില്ല. എന്നിരുന്നാലും ഗുജറാത്ത് കലാപത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗുജറാത്ത് കലാപത്തിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നതും അതിൻ്റെ വസ്തുതകൾ എന്താണെന്നുള്ളത്. ഈ ഫോട്ടോ നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ ഓർമ്മയുണ്ടാവുന്നതാവും. ഈ ചിത്രം ഗുജറാത്ത് കലാപകാലത്ത് മാധ്യമങ്ങളിലൊക്കെ വളരെ പ്രസക്തമായിട്ട് വന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ പ്രതീകാത്മകമായി അടയാളപ്പെടുത്തപ്പെടുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിലുള്ള കുത്തുബുദ്ദീൻ അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. ഗുജറാത്തിലെ ഇസ്ലാം മതവിശ്വാസിയായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. കലാപം പടർന്നു പിടിച്ച നാളുകളിൽ ഈ കുത്തുബുദ്ദീൻ അൻസാരിയും അക്രമത്തിനിരയാവുന്നൊരു സാഹചര്യം വന്നു. അക്രമകാരികൾ ഇദ്ദേഹത്തെ വളഞ്ഞു. അങ്ങനെ അക്രമത്തിന് അവർ വെട്ടിക്കൊല്ലും എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ കൈകൂപ്പിക്കൊണ്ട് കണ്ണീരോടെ അവരുടെ മുമ്പിൽ ജീവന് വേണ്ടി യാചിക്കുന്ന ചിത്രമാണിത്. ആ അക്രമകാരികൾ ആ കണ്ണീരിന് മുമ്പിൽ അവരുടെ മനസ്സലിയുകയും അവർ ആ ചെറുപ്പക്കാരനെ വെറുതെ വിടുകയും ചെയ്തു. പിന്നീട് കുത്തുബുദ്ദീൻ അൻസാരിക്ക് സാധാരണഗതിയിൽ നമ്മുടെ CPM ചെയ്യുന്ന അതേ തന്ത്രം, കേരളത്തിൽ അഭയം നൽകാം എന്ന വാഗ്ദാനം വെച്ചു. പക്ഷേ കുത്തുബുദ്ദീൻ അൻസാരി കേരളത്തിൽ വന്നു, അഭയമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചു. പിന്നെ ഇപ്പോൾ കുത്തുബുദ്ദീൻ അൻസാരി ജീവിക്കുന്നത് ഗുജറാത്തിലാണ്, ശാന്തമായ ഗുജറാത്തിൽ. വർഗീയവാദികളുടെ അഴിഞ്ഞാടാൻ കഴിയാത്ത രീതിയിൽ അവരെ മെരുക്കിയെടുത്ത, അവരെയെല്ലാം കാലുപുരിക്കയച്ച, സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ഇന്ന് വികസനത്തിൻ്റെ പാതയിൽ ഇന്ത്യയിൽ അതിവേഗം മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദിയുടെ ഗുജറാത്തിൽ കുത്തുബുദ്ദീൻ അൻസാരി സന്തോഷപൂർവ്വം ജീവിക്കുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. തിരിച്ച് കുത്തുബുദ്ദീൻ അൻസാരിക്ക് പകരം ഒരു ഹിന്ദു ചെറുപ്പക്കാരൻ അങ്ങനെ അക്രമകാരികളായി വന്ന മുസ്ലിം തീവ്രവാദികളുടെ മുമ്പിൽ പെട്ടുപോയാൽ അവൻ കരഞ്ഞിട്ടോ കണ്ണീര് കാണിച്ചിട്ടോ ഒന്നും കാര്യമില്ല, കൈ കൂപ്പിയിട്ടൊന്നും കാര്യമില്ല. കൂപ്പിയ കൈകൾ ആദ്യം അവർ വെട്ടിയെരിയും, കരയുന്ന കണ്ണുകൾ അവർ ചൂഴ്ന്നെടുക്കും. അതാണ് ലോകത്തെങ്ങുമുള്ള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ സ്വഭാവമെന്ന് നമുക്കെല്ലാം കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. സ്വന്തം അമ്മയുടെയും ഭാര്യയുടെയും സഹോദരിയുടെയും കുഞ്ഞുങ്ങളുടെയും മുമ്പിലിട്ട് കൈ വെട്ടി മാറ്റപ്പെട്ട ജോസഫ് മാഷിൻ്റെ അനുഭവം നമുക്കറിയാം. മലയാളം അധ്യാപകനായിരുന്ന ജോസഫ് മാഷ് അക്രമകാരിയായിരുന്നില്ല. ഇവിടെ അവർ പറയും RSSനെ പ്രതിരോധിക്കാനാണ്. RSSകാരനായിരുന്നോ ജോസഫ് മാഷ്? അല്ല. അദ്ദേഹം നല്ല ഔചിത്യബോധമുള്ള ഒരു അധ്യാപകനാണ്. ഇപ്പോഴും അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അദ്ദേഹം പക്ഷേ തീവ്രവാദത്തിനെതിരെ കർശനമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. സഭയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് ജോസഫ് മാഷ്. ഞാൻ പറഞ്ഞു വന്നത്, കുത്തുബുദ്ദീൻ അൻസാരി ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട്. കുത്തുബുദ്ദീൻ അൻസാരിക്ക് പകരം മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ആളാവുകയും ഈ ഹിന്ദുക്കൾക്ക് പകരം ആക്രമിക്കാൻ പോയത് ഇസ്ലാമിക തീവ്രവാദികളാവുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരാൾ ജീവനോടെ ഇന്നുണ്ടാവുമായിരുന്നില്ല എന്നതാണ് ഞാൻ പറഞ്ഞു വന്നത്. അവിടെയാണ് തീവ്രവാദികളെ സമീകരിക്കാൻ പറ്റില്ല നമുക്ക്. അതിനിടയിൽ പോലും പ്രത്യേക ഘട്ടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇൻ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ഓർ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടെ തങ്ങൾക്ക് നേരെ അക്രമം വന്നപ്പോൾ അക്രമത്തെ പ്രതിരോധിക്കുകയും പ്രത്യാക്രമണം നടത്തുകയുമാണ് ചെയ്തത് എന്നതാണ് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടത്. അതിനടിസ്ഥാനമായിട്ടുള്ള ഗോത്ര കലാപമാണ്. അതിലേക്ക് നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അത് പറയുന്നതിന് മുമ്പ് 2012 ഇസ്രായേൽ സൈന്യത്തിനകത്ത് കയ്യിൽ യാദൃശ്ചികമായി പിടിയിലകപ്പെട്ട ഒരു പലസ്തീനി പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ പേര് ഞാൻ മറന്നുപോയി, 2012 അന്ന് ആ പെൺകുട്ടിയെ അതിർത്തിയിൽ വെച്ച് ആ കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഇസ്രായേൽ സൈന്യം ഇങ്ങനെ എടുത്തുകൊണ്ട് കൈമാറുന്ന ഒരു ദൃശ്യം മാധ്യമങ്ങളിൽ വല്ലാതെ പ്രചരിക്കപ്പെട്ടിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ. അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയൊരു കാര്യമുണ്ട്. ഇസ്രായേലിയുടെ കയ്യിൽ ആ പലസ്തീനി പെൺകുട്ടി പെട്ടതുകൊണ്ട് ആ പെൺകുട്ടിക്ക് ഒരു പരിക്കുമേൽക്കാതെ, ഒരു പോറൽ പോലും ഏൽക്കാതെ അവളുടെ ബന്ധുക്കൾക്ക് തിരിച്ചു കിട്ടി. മൈനർ ആയതുകൊണ്ട് ജയിലിൽ അടച്ചില്ല. അവർ ബന്ധുക്കളെ ട്രേസ് ചെയ്തു. അങ്ങനെ അതിർത്തിയിൽ വെച്ച് അന്താരാഷ്ട്ര ഏജൻസികളുടെ സാന്നിധ്യത്തിൽ കൈമാറി. അതേസമയം തിരിച്ച് ഈ പലസ്തീൻ തീവ്രവാദികളുടെ കയ്യിൽ, ഹമാസ് പോലെയുള്ള സംഘടനകളുടെ കയ്യിൽ ഒരു ഇസ്രായേലി പെൺകുട്ടിയെ കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് പ്രായമൊന്നും 12 വയസ്സും 14 വയസ്സൊന്നും വിഷയമല്ല. നമുക്കറിയാം അവർ ആ കുട്ടിയെ നിരന്തരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ഒരുപക്ഷെ കൊന്നുകളയുകയും അല്ലെങ്കിൽ നിരന്തരമായി പീഡനത്തിന് ഇരയാക്കിയ ശേഷം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം ദുരുപയോഗം ചെയ്തതിന് ശേഷം മാത്രമേ കൈമാറുകയുള്ളൂ. അതാണ് നമ്മുടെ അനുഭവം. സിറിയയിലൊക്കെ യസീദി പെൺകുട്ടികൾ ക്രിസ്ത്യാനികളല്ല, ഹിന്ദുക്കളല്ല, RSSനെ പ്രതിരോധിക്കാനാണ് യസീദി പെൺകുട്ടികളെ, ചെറിയ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി, ലൈംഗിക ചന്തകൾ ഏർപ്പെടുത്തി അവിടെ അടിമകളാക്കി ചന്തയിൽ ലേലം വിളിച്ച് വിറ്റ അനുഭവങ്ങൾ നമുക്കറിയാം.
ISIS എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഭീകരവാദികൾ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നമ്മുടെ ലോകത്തിൽ നമ്മൾ കൺമുമ്പിൽ കണ്ടതാണ്. ഇതാണ്, അവിടെയാണ് നമ്മൾ വ്യത്യാസം കാണേണ്ടത്. അവിടെയാണ് ഇസ്രായേലിനെ നമ്മൾ അംഗീകരിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഹമാസിൻ്റെ മുഖത്ത് കാറിത്തുപ്പേണ്ടത് എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അവിടെ ഖുത്ബുദ്ദീൻ അൻസാരിയുടെ അനുഭവമായി സമാനമായിട്ടുള്ള അനുഭവം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ 2022 ഫെബ്രുവരി 27 അയോധ്യയിൽ നിന്നും മടങ്ങി വരുന്ന തീർത്ഥാടകർ സബർമതി എക്സ്പ്രസ്സിൽ അയോധ്യയിൽ നിന്നും പിന്നെ അഹമ്മദാബാദിലേക്ക് വരികയായിരുന്ന സബർമതി എക്സ്പ്രസ്സിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആ സബർമതി എക്സ്പ്രസ്സിൻ്റെ ഈ തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന 4 ബോഗികൾക്ക് വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് തീയിട്ട് കത്തിച്ചത്. അന്ന് വെന്ത് മരിച്ചതിൽ 59 പേരാണ്. അതിൽ 25 പേര് സ്ത്രീകളായിരുന്നു, 25 പേര് പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു, 9 പുരുഷന്മാരും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ 29 പിഞ്ചു കുഞ്ഞുങ്ങളും 25 സ്ത്രീകളും ഉൾപ്പെടെ 50 പേര്, 59-ൽ 50 പേരും സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ്. അവർ എന്തിൻ്റെ പേരിലാണ് അവരെ പിന്നെ ഇങ്ങനെ തീയിട്ട് ചുട്ടുകരിച്ച് കൊന്നുകളഞ്ഞത് എന്നുള്ളത് ആലോചിക്കണം. 2000-ഓളം വരുന്ന ഇസ്ലാമിക തീവ്രവാദ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അവിടുത്തെ പ്രത്യേകിച്ചും ഗോദ്ര റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ അതിനോടനുബന്ധിച്ച് അനധികൃതമായി അവിടെ കുടിയേറി താമസിക്കുന്ന മയക്കുമരുന്ന് കച്ചവടം, അതേപോലെ തന്നെ ലഹരി മാഫിയ, അങ്ങനെയുള്ള എല്ലാ പരിപാടികളും തരികിട പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്ന വിഭാഗമാണ്. അവിടെ മോസ്കോ ഉണ്ട്, അതുപോലെ ഇതിൻ്റെ താവളമായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ് ഇവരെ ഈ തീർത്ഥാടകരെ കൊന്നുകളഞ്ഞത്, ചുട്ടുകരിച്ചത്. മാത്രമല്ല ആ സമയത്ത് അതിനോടനുബന്ധിച്ച് ആ സമീപ പ്രദേശങ്ങളിൽ ഇവർ ഹിന്ദു പെൺകുട്ടികളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോവുകയും റേപ്പ് ചെയ്യുകയൊക്കെ ചെയ്തു. ഈ വാർത്ത പ്രചരിച്ചതോടുകൂടി ഗുജറാത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അന്ന് 26 ജില്ലയാണ്, ഇപ്പോൾ 33 ജില്ലയാണെന്ന് തോന്നുന്നു എനിക്ക്, ഐ എം നോട്ട് ഷുവർ. ഈ 26 ജില്ല ആണെങ്കിൽ ആ 26 ജില്ലയിലും ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളാണ്. ഇതൊരു വംശഹത്യയാണ് എന്നുണ്ടെങ്കിൽ എത്ര പേരെ കൊല്ലാമായിരുന്നു, നിങ്ങളത് ആലോചിക്കേണ്ടത്. ഈ ജില്ലയിലെല്ലാം പരിപൂർണമായിട്ട്, കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിക്കേണ്ട അവിടുത്തെ ജനസംഖ്യ എടുത്ത് ആലോചിച്ച് നോക്കണം. ജനസംഖ്യ എന്ന് പറയുമ്പം ആ ജനസംഖ്യ അവിടെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, 2011 സെൻസസ് പ്രകാരം അവിടെ 5.5 കോടി ഹിന്ദുക്കളുണ്ട്. മൊത്തം 6 കോടിയിലേറെ ജനസംഖ്യയുണ്ട്. 55 ലക്ഷമാണ് മുസ്ലിം ജനസംഖ്യ. 5.5 കോടിയുടെ, അതായത് അവരുടെ 10-1 ഉള്ളൂ മുസ്ലിം ജനസംഖ്യ. അതേപോലെ തന്നെ 3.14 ലക്ഷം ആണ് ക്രൈസ്തവ ജനസംഖ്യ, കേവലം 0.5% മൊത്തം ജനസംഖ്യയുടെ. അതിനേക്കാൾ കൂടുതൽ ജൈനന്മാരും സിഖുകാരും അവിടെയുണ്ട് എന്നാണ് സെൻസസ് പ്രകാരമുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ആ സെൻസസ് പ്രകാരം എടുത്തു കഴിഞ്ഞാൽ വംശഹത്യയാണെന്നുണ്ടെങ്കിൽ ഈ ജില്ലയിലൊക്കെ ഉള്ളത് മുഴുവൻ തല്ലി തകർത്തുകളയില്ലേ? അങ്ങനെയല്ല, ഇവരാണ് തുടക്കമിട്ടപ്പോൾ ഒരു പ്രത്യാക്രമണം ഉണ്ടായി. ആ പ്രത്യാക്രമണത്തിൽ പലതും സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചിട്ടുണ്ട്. തിരിച്ചും ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും ഒക്കെ നടന്നു. പക്ഷേ മൊത്തം കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം എടുക്കുമ്പം ഈ എല്ലാ ജില്ലകളിലും സമഗ്രാധിപത്യമുള്ള ഭൂരിപക്ഷമുള്ള ഹിന്ദു സമൂഹത്തിൽ നിന്ന് തന്നെ 254 പേർ കൊല ചെയ്യപ്പെട്ടു കലാപത്തിൻ്റെ ഭാഗമായിട്ട്. 790 മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരും കൊല ചെയ്യപ്പെട്ടു. ഈ 790 പേരെക്കുറിച്ച് മാത്രമാണ് ചർച്ച. ഈ 254 പേരെന്താ മനുഷ്യരല്ലേ? അവർ സ്വയം നെഞ്ചത്ത് കുത്തിക്കയറ്റി ആത്മഹത്യ ചെയ്തതാണോ? അല്ലല്ലോ. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് കലാപമായിരുന്നു, ഏകപക്ഷീയമായ വംശഹത്യ ആയിരുന്നില്ല, പരസ്പരമുള്ള കലാപമായിരുന്നു. അതിന് മുൻതൂക്കം ഇപ്പുറത്ത് നേടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാണ് സംഭവിച്ചത്. അതിനെയാണ് വംശഹത്യ, ഏകപക്ഷീയമായ വംശഹത്യയായിട്ട് ചിത്രീകരിക്കാൻ ശ്രദ്ധിക്കുന്നത്. 790 മുസ്ലിം ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ടവർ കൊല ചെയ്യപ്പെട്ടപ്പോൾ 254 ഹിന്ദുക്കൾ കൊല ചെയ്യപ്പെട്ടു എന്ന വസ്തുത, യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കണം. മാത്രമല്ല ഇതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ ഒരു കമ്മീഷൻ വെച്ചതാണ്, സുപ്രീം കോടതി കമ്മീഷൻ വെച്ചതാണ്. സുപ്രീം കോടതി കമ്മീഷൻ അതിന് ക്ലീൻ ചിറ്റ് നൽകിയതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, സുപ്രീം കോടതിയുടെ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്ന സമയത്ത് അവിടെ ഭരിക്കുന്നത് ആരാണ് എന്ന് ആലോചിച്ച് നോക്കണം. ഇന്ത്യ 2002 കലാപമുണ്ടായി. 2002 കലാപമുണ്ടായതിനു ശേഷം 2004 തൊട്ട് 2014 വരെ ഇന്ത്യ ഭരിച്ചത് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്, കോൺഗ്രസ് സർക്കാരാണ്. കേന്ദ്ര ഗവൺമെൻറ് പലതും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഏത് രീതിയിൽ ഇടപെട്ടത്? ഈ ആദ്യം ഗുജറാത്തിലെ KG ഷാ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷനെ അന്വേഷിച്ചു. അതിനുശേഷം സുപ്രീം കോടതി ജസ്റ്റിസ് GT നാനാവതി കമ്മീഷനെ നിയോഗിച്ചു. അവരൊക്കെ ക്ലീൻ ചിറ്റ് നൽകി നരേന്ദ്രമോദിക്ക്. സർക്കാർ സ്പോൺസേഡ് കലാപമായിരുന്നു എന്നത് തെറ്റായ വ്യാഖ്യാനമാണ് എന്ന് നീതിന്യായ കോടതി നിയോഗിച്ച ന്യായാധിപന്മാർ ഉൾപ്പെട്ട കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. അതിൽ രാഷ്ട്രീയമായ സ്വാധീനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ ഗുജറാത്തിലെ മുഖ്യമന്ത്രി സ്വാധീനിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിഡ്ഢിത്തരാണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ഇവിടെ മാത്രം സംഭവിക്കുന്നൊരു കാര്യമല്ല.
കാരണം ഇവരിവിടെ ഞാൻ പറഞ്ഞല്ലോ അനധികൃത കച്ചവടം നടത്തുക, അവിടെ ചേരിയിൽ പിടിച്ചുപറി, ഗുണ്ടായിസം, യാത്രക്കാരുടെ നിന്ന് പിന്നെ പൈസ തട്ടിപ്പറിക്കുക തുടങ്ങിയിട്ടുള്ള ഗോത്ര സ്റ്റേഷൻ എന്ന് പറയുന്ന ക്രിമിനലുകളുടെ സങ്കേതമായിരുന്നു. റെയിൽവേ RPFനോ മറ്റ് റെയിൽവേ അധികൃതർക്കോ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവരുടെ സമഗ്രാധിപത്യമോ അവരുടെ ഗുണ്ടാവിളിയായിട്ടോ നടന്നിരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ പിന്നെ മൊത്തം ക്ലീൻ ചെയ്യാൻ പറ്റി. ഒരു ശുദ്ധീകരണ പ്രക്രിയ പിന്നെ ഗുജറാത്തിനകത്ത് നടന്നു. അതിൻ്റെ ഭാഗമായി ഈ കലാപത്തിന് ശേഷം ഗുജറാത്തിലെ അത്യാവശ്യം ക്രിമിനലുകളൊക്കെ ഒന്ന് ഒതുങ്ങി. അതിനുശേഷം ഗുജറാത്ത് സ്വർഗ്ഗതുല്യമായൊരു ഭൂമിയായി മാറി. അവിടെ ഇൻവെസ്റ്റേഴ്സ് കണ്ടുവാനം വരാൻ തുടങ്ങി. അവിടെ വ്യാവസായിക വളർച്ചയിൽ ഇന്ന് ഇന്ത്യയിൽ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് മാറി. ലോ ആൻഡ് ഓർഡർ വളരെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. കലാപരഹിതമായൊരു സംസ്ഥാനമായിട്ട് അവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പം ഈ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കോയമ്പത്തൂർ സ്ഫോടനം, കോയമ്പത്തൂർ കലാപം ഉണ്ടാകുന്ന എങ്ങനെയാണ്? LK അദ്വാനി പിന്നെ BJP നേതാവായ LK അദ്വാനി കോയമ്പത്തൂരിൽ പ്രസംഗിക്കാൻ വരുമ്പോൾ അതിൻ്റെ പേരിലാണ് മദനി കുറേ കാലം ജയിലിൽ കിടന്നു. പിന്നെ അദ്ദേഹം നിരപരാധിയാണ് എന്നുള്ള രീതിയിലെത്തിയിട്ട് അദ്ദേഹത്തെ വിട്ടയച്ചു. പക്ഷേ മദനി പിന്നെ അടങ്ങിയിരുന്നില്ല. അടുത്ത വർഗീയ പിന്നെ സംഘർഷങ്ങൾക്ക് വേണ്ട കോപ്പ് കൂട്ടുകയും കളമശ്ശേരി ബസ് കത്തിക്കലൊക്കെ ആയിട്ട് പിന്നെ ബാംഗ്ലൂർ അഗ്രഹാര ജയിലിലായി. ആരാ പിടിച്ചുകൊണ്ടേത്? കേരളം അന്ന് CPM ഭരിക്കുക. നായനാർ മുഖ്യമന്ത്രിയാവുന്ന സമയത്താണ് പിടിച്ചു കൊടുക്കുന്നത്. അന്ന് പിന്നെ ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. അപ്പം ഇതിന് BJP പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവരാണ് പിടിച്ചുകൊണ്ടേ അഗ്രഹാര ജയിലിലടച്ചത്. ഇതൊക്കെ പിന്നെ എന്നിട്ട് പിന്നെ ഇവിടെ ഈ ചരിത്രം മറന്നുകൊണ്ട് ആൾക്കാരെ പൊട്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇവിടെ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മുംബൈ കലാപം, കോയമ്പത്തൂർ കലാപം ഉണ്ടാകുന്ന ബോംബ് സ്ഫോടനം അവർ തുടങ്ങി വെച്ചു. അപ്പോൾ പിന്നെ ഒരുപാട് പേര് പിന്നെ BJPയുടെ പ്രവർത്തകർ കൊല ചെയ്യപ്പെട്ടു, ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു, പ്രത്യാക്രമണം ഉണ്ടായി. സ്വാഭാവികമല്ലേ? അതാ ഞാൻ പറഞ്ഞു, ഇൻ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. പ്രത്യാക്രമണം ഉണ്ടാവും, ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ടും കൊടുക്കും. അത് രാഷ്ട്രീയ സംഘർഷമാണെന്നുണ്ടെങ്കിൽ പിന്നെ ആരാണോ തങ്ങളുടെ പാർട്ടിക്കാരൻ കൊല ചെയ്യപ്പെട്ട് അതിൽ എതിർ പാർട്ടിക്കാരെ ഇവർ തിരിച്ചാക്രമിക്കും. മതപരമായിട്ടാകുമ്പോൾ അങ്ങനെ തന്നെയാവും. ഓപ്പോസിറ്റ് ശത്രുതാപരമായ സമീപനം മതങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ അത് വർഗീയ കലാപമായിട്ട് മാറും. സ്വാഭാവികമാണ്. തുടക്കം വിട്ടത് ഇസ്ലാമിക തീവ്രവാദികളാണ്. അതിനുശേഷം മുംബൈ കലാപം, അല്ല അതിന് മുമ്പ് 92 മുംബൈ കലാപത്തിൽ എന്താ സംഭവിച്ചത്? ദാവൂദ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവരുടെ പൈസ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പിന്നെ ജിഹാദി തീവ്രവാദികൾ അഴിഞ്ഞാടുകയും ഒരുപാട് പേരെ കൊല ചെയ്യുകയും ചെയ്തു, കൂട്ടക്കൊലയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രത്യാക്രമണം ഉണ്ടായി. അതിനേക്കാൾ 4 ഇരട്ടി പവറോട് കൂടി തിരിച്ചടിച്ചു. ഇതൊക്കെ തുടങ്ങി വെക്കായിരുന്നപ്പോൾ മാറാട് എന്താ ഉണ്ടായേ? 8-9 മനുഷ്യരെ വെട്ടിക്കൊന്നു. ആദ്യം തുടങ്ങി വെച്ചതാരാ? ഇസ്ലാമിക തീവ്രവാദികൾ, NDF ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് അതിനകത്ത് പങ്കുണ്ട്. അങ്ങനെയാണ് മാറാട്ടിൽ പിന്നെ തിരിച്ചടി ഉണ്ടാകുന്നത്. മാറാട്ടിൽ നിന്ന് കിട്ടിയ വിലയ്ക്ക് വീട് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിം സമൂഹത്തെ എത്തിച്ചെങ്കിൽ അതിന് ഉത്തരവാദികൾ മുസ്ലിം തീവ്രവാദികളാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ഇസ്ലാമോഫോബിയാണ് എനിക്കെന്നൊക്കെ പറയും ചിലർ. ഞാൻ പറയാറുണ്ട്, ഇസ്ലാമോഫോബിയ ഉണ്ടാവും. പല ലോകവ്യാപകമായി ഇസ്ലാമോഫോബിയ വളർന്നു വരികയാണ്. പക്ഷേ ഇസ്ലാമോഫോബിയ ഒരു രോഗമാണെങ്കിൽ ആ രോഗം വളർത്തുന്ന വൈറസുകൾ ഇസ്ലാമിക തീവ്രവാദികളാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ശത്രു ഇസ്ലാമിക തീവ്രവാദമാണ്. അത് പിന്നെ നല്ലവരായ ദീനിബോധമുള്ള മുസ്ലിം സഹോദരന്മാർ മനസ്സിലാക്കേണ്ടതാണ്. അവർ ഈ തീവ്രവാദ സംഘടനകളെ അകറ്റി നിർത്തണം. തങ്ങളുടെ മക്കൾ ആ സംഘടനയിൽ അംഗമാകുന്നില്ല, അവരുടെ ആയുധ പരിശീലനത്തിന് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ അഭയം തന്ന നാട്ടിൽ മുഴുവൻ ഇപ്പം ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി വെച്ചതാരാ? സിമിക്കാരാ പ്രചാരണം തുടങ്ങിയത്. ഇത് അഭയം തന്ന നാട്ടിൽ, ഇവിടെ സമാധാനപൂർവ്വം ജീവിക്കാൻ പറ്റുന്ന നാട്ടിൽ, ഇസ്ലാമിക രാജ്യങ്ങളിലുള്ളത് ഇപ്പോൾ എവിടെ പിന്നെ സൗദിയിലോ പിന്നെ UAE-യിലോ ഖത്തറിലോ ഒന്നും പോയിട്ട് വയൽ നടത്താനൊന്നും പറ്റില്ല. മതപ്രഭാഷണമൊന്നും റോഡരികിൽ കെട്ടി നടത്താൻ പറ്റില്ല. ഇവിടെ അതൊക്കെ നടത്താൻ പറ്റുന്ന സ്വാതന്ത്ര്യമുള്ള, മതസ്വാതന്ത്ര്യമുള്ള, ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള, പത്രസ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. അപ്പം പിന്നെ തിരിച്ച് ഹൈന്ദവ സംഘടനകളും പോസ്റ്റർ പ്രചരണം നടത്തി. ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. തുടങ്ങി വെച്ചതാരാ? ഇത് തുടങ്ങി വെക്കാതെന്നാൽ പോരെ? നമ്മൾ പറയും ചുണ്ടങ്ങ കൊടുത്തിട്ട് വഴുതനങ്ങ മേടിക്കാമെന്ന്, അങ്ങനെ എന്താ പറയാറുണ്ട് ചൊല്ലുക. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയില്ല. തുടങ്ങി വെച്ചിട്ടുള്ളത് മുഴുവൻ ലോകത്ത് എല്ലായിടത്തും തുടങ്ങി വെച്ചിട്ടുള്ളത് ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്. അപ്പം പിന്നെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിൽ പാരീസിൽ ബോംബ് സ്ഫോടനം നടത്തിയ പിന്നെ RSSനെ പ്രതിരോധിക്കാനാ? സംഘപരിവാറിനെ പ്രതിരോധിക്കാനാ? ശ്രീലങ്കയിൽ ചർച്ചിൽ ബോംബ് വെച്ച് പൊട്ടിച്ചത്, സ്ഫോടനം നടത്തിയത് സംഘപരിവാറിനെ പ്രതിരോധിക്കാനാണോ? RSSനെ എതിർക്കാനാണോ? ഇവരെന്തും പറയില്ല RSSനെ പ്രതിരോധിക്കാൻ. കോപ്പാണ്. ഇപ്പം ഈ കേരളത്തിൽ തന്നെ അരിയും മലരും കാത്തു വെച്ചോളൂ, കുന്തിരിക്കം കത്തിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു പിന്നെ കുട്ടിയെ, ഒരു പിഞ്ചു കുഞ്ഞിനെ, അതിൻ്റെ അർത്ഥം പോലും അറിയാതെ അതിനെ തോളിലെടുത്തിട്ട് മുദ്രാവാക്യം വിളിച്ചു പോയത് സുഡാപ്പികളാണ്, ഇസ്ലാമിക തീവ്രവാദികളാണ്. ആ കുഞ്ഞിനതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയില്ല. അത് ഏറ്റുവിളിക്കുകയാണ്. മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ച കുറേ നരാധമന്മാരായ മനുഷ്യവിരുദ്ധരായ ആളുകൾ, മാനുഷിക ബോധമില്ലാത്തവർ, മതം തലയ്ക്ക് പിടിച്ച ഭ്രാന്തന്മാർ ഏറ്റുവിളിക്കുക. ഓക്കെ, അരിയും മലരും കാത്തുവെച്ചോളൂ എന്ന് പറഞ്ഞാൽ ഹൈന്ദവാചാരപ്രകാരമുള്ള ശവസംസ്കാര ചടങ്ങിനകത്തുള്ള പ്രതീകങ്ങളാണെന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് RSSനെ പ്രതിരോധിക്കാനാണ് സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ കുന്തിരിക്കം കത്തിച്ചോളൂ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ശവസംസ്കാര ചടങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്.
അപ്പോൾ ആ കുന്തിരിക്കം കത്തിച്ചോളും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഹിന്ദുക്കളെയൊക്കെ ഞങ്ങൾ കൊല്ലുന്നാണ് പറഞ്ഞതിന് അർത്ഥം. പച്ച മലയാളത്തിൽ അതാ പറഞ്ഞത്. ആർഎസ്എസിനെ പ്രതിരോധിക്കാൻ ക്രിസ്ത്യാനികളെ കൊന്നിട്ട്, യഹൂദന്മാരെ കൊന്നിട്ട് ആർഎസ്എസിനെ പ്രതികരിക്കുക സംഘപരിവാറിനെ. അതേപോലെ തന്നെ ഈ ബംഗ്ലാദേശിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും. ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിന്ന് പിന്നെ സ്വാതന്ത്ര്യം നേടി അതിന് ഇന്ത്യൻ ഭടന്മാരെ, ആയിരക്കണക്കിന് ഇന്ത്യൻ ഭടന്മാരുടെ ജീവൻ ഹോമിച്ചതാണ്, ബലിയർപ്പിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിന് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത്. ആ ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളായിട്ടുള്ള ബുദ്ധമതക്കാരെയും ഈ പിന്നെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും വംശീയതയ്ക്ക് ഇരയാക്കുന്നു, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു, പുരുഷന്മാരെ കൊന്നിട്ട് സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളുണ്ടാകുന്നു. ഇപ്പം തന്നെ ഷെയ്ഖ് ഹസീനയുടെ ഭരണം മാറിയതിന് ശേഷം, അട്ടിമറിക്കപ്പെട്ടതിന് ശേഷം, പട്ടാള ഭരണം വന്നതിന് ശേഷവും ഒക്കെ എന്തെല്ലാം സംഭവങ്ങൾ അവിടെ ഉണ്ടായി. എന്താ ഇതിനെക്കുറിച്ചൊന്നും വിവരമുണ്ടാകാത്തത്? അപ്പോൾ ഷെയ്വ് ഹമാസ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. കുറേ കാലമായി ഷേവ് ചെയ്യാൻ തുടങ്ങിയിട്ട് ക്ഷൗരപ്പണി അവർക്ക് പറ്റുള്ളൂ. ഹമാസിനെതിരെ പിന്നെ ഫലസ്തീനിലെ തെരുവുകളിൽ ഫലസ്തീനികൾ ഹമാസിന് എതിരെ ഞങ്ങൾക്ക് സ്വസ്ഥമായി ഇവിടെ ജീവിക്കണം, ഹമാസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചത് കഴിഞ്ഞ ദിവസം ഇൻ്റർനാഷണൽ മീഡിയാസും മലയാള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടത്. ആലോചിച്ച് നോക്കൂ, സഹികെട്ട ജനം പുറത്തിറങ്ങിയിരിക്കുക. എന്നിട്ടാണ് ഇവിടെ കിടന്ന് ഷെയ്വ് ഹമാസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നത്. ഹമാസ് തീവ്രവാദ സംഘടനയാണ്, പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒക്കെ വല്ലുപ്പാൻ്റെ മക്കളാണ്. അതാണ് ഇപ്പോൾ പിന്നെ താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പ്രതിമകൾ അഫ്ഗാനിസ്ഥാനിൽ തകർക്കുന്നത് നമ്മൾ കണ്ടു. അതിനെതിരെ ഇവർക്ക് പ്രതികരണമില്ല. പിന്നെ ഓരോ സ്ഥലത്തും ഇപ്പോൾ രോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥ തന്നെ ആലോചിച്ച് നോക്കും. മ്യാൻമാറൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ, അവിടെയൊക്കെ പിന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഗതികെട്ട് ആട്ടി ഓടിക്കപ്പെട്ട ഈ ജനങ്ങൾക്ക് അവരൊക്കെ കുടിയേറി താമസിക്കാനുള്ള അവസരം നൽകുകയും അവരെ അക്കോമഡേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാല് കൊടുത്ത കൈക്ക് തിരിച്ച് കടിക്കുന്ന സ്വഭാവം ഇവരെടുത്തത്. അവിടെ പോയിട്ട് അവിടെ ഇതേപോലെ ഇവിടുത്തെ NDF പോലെ അല്ലെങ്കിൽ പിന്നെ പലസ്തീനിലെ ഹമാസ് പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവിടെ രൂപീകരിക്കുകയും അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് നേരെ, ബുദ്ധമതക്കാർക്ക് നേരെ അക്രമം അടിച്ചുവിടുകയും ചെയ്തു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചടിച്ചു. നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ സ്ത്രീകളുൾപ്പെടെയുള്ള ഒരുപാട് നൂറുകണക്കിന് പേര് ഈ വഞ്ചിയിലും അതിലും ഇതിലുമൊക്കെ ചെറു ബോട്ടിലുമൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറാനുള്ള ശ്രമത്തിനിടയിൽ കടലിൽ മുങ്ങി മരിച്ചു. ഒരൊറ്റ ഗൾഫ് രാജ്യങ്ങൾ വാതിൽ തുറന്നിട്ടില്ല. എന്തേ, പൈസ ഇല്ലാണ്ടാണോ? അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാണ്ടാണോ? തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും, ഞങ്ങൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് എഴുതിയില്ല. പക്ഷേ പിഞ്ചു കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ ഈ കടലിൽ മുങ്ങി മരിച്ച വാർത്തകൾ നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പ പറഞ്ഞു, ഫ്രാൻസിസ് പാപ്പ യൂറോപ്യൻ രാജ്യങ്ങളോടൊക്കെ അഭ്യർത്ഥിച്ചു, ലോകം മുഴുവൻ ഈ അഭയാർത്ഥികളുടെ മുമ്പിൽ വാതിൽ തുറന്നിട്ടുണ്ടെന്ന്. എങ്ങനെയാണ് തുറന്നിടുക? ഫ്രാൻസൊക്കെ ഇതേപോലെ ഒരുപാട് ഫ്രഞ്ചുകാരൊക്കെ ഒരുപാട് അഭയാർത്ഥികളെ സ്വീകരിച്ചത്. അവിടെ അഭയാർത്ഥികളായി വന്നവരാണ് പിന്നീട് അവിടെ പാരീസിലൊക്കെ സ്ഫോടനം നടത്തിയത്. ആരോ ഒരു കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവിടെ MF ഹുസൈൻ കാർട്ടൂണും ചിത്രമൊക്കെ വരച്ചിട്ട് എന്തായാലും അയാളെ ആരും കൊല്ലാനൊന്നും പോയില്ല, ബോംബ് സ്ഫോടനം നടത്തിയില്ല, പ്രതിഷേധം ഉണ്ടായിരുന്നേ ഉള്ളൂ. ആലോചിച്ച് നോക്ക്. പിന്നെ നഗ്നചിത്രം വരയ്ക്കുന്നതിലുള്ള വൈദഗ്ധ്യം കണ്ടിട്ട് ഖത്തറിലെ അമീറിൻ്റെ ഭാര്യയ്ക്ക് നഗ്നചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്നുള്ളതേ ഉള്ളൂ. പുള്ളിക്കാരിക്കൊരു മോഹം തൻ്റെ ചിത്രം വരയ്പ്പിക്കണമെന്ന്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് എമ്പുരാൻ സിനിമയുടെ കണ്ടന്റ് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു കേട്ടിട്ടുള്ള അറിവേ ഉള്ളൂ. എന്തായിരുന്നാലും ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് അതൊരിക്കലും RSSO അല്ലെങ്കിൽ ബാക്കിയുള്ള സംഘടനകളോ പ്ലാൻ ചെയ്ത ഒന്നല്ല. ചരിത്രത്തെ വികലമായിട്ട് അവതരിപ്പിക്കുകയാണ് കേട്ടിടത്തോളം വെച്ച് സിനിമയ്ക്കകത്ത് നടന്നിട്ടുള്ളത്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഗോത്ര കലാപത്തിൻ്റെ തുടർച്ചയാണത്. അത് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ പരിണിത ഫലമായിട്ടുണ്ടായിട്ടുള്ളതാണ് ഗുജറാത്ത് കലാപം. അതിൻ്റെ ഇപ്പം അന്ന് ഒരുപാട് പേര് മരണപ്പെട്ടതിൽ ഞാൻ ചോദിക്കുന്നു, 100-300ഓളം വരുന്ന ഹൈന്ദവ മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവർ ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അത് ഏകപക്ഷീയമായ കലാപമായിരുന്നില്ല, വംശഹത്യയായിരുന്നില്ല. വംശഹത്യയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുത്തരും ഉണ്ടാവില്ല ബാക്കി. ഹിന്ദുമതം മാത്രമുള്ള ഒരു സംസ്ഥാനമായിട്ടത് മാറും. ഞാൻ പറഞ്ഞല്ലോ, അന്ന് 26 ജില്ല ഉണ്ടായിരുന്നതിൽ 26 ജില്ലയിലും സമ്പൂർണ്ണ ആധിപത്യമുള്ളവരാ. 10 ഹിന്ദുക്കളുണ്ടാകുമ്പോൾ ഒരു മുസ്ലിമേ ഉള്ളൂ. 100 ഹിന്ദുക്കളുണ്ടാകുമ്പം 200 ഹിന്ദുക്കളുണ്ടാകുമ്പോൾ ഒരു ക്രിസ്ത്യാനിയേ ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെയൊക്കെ ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾക്ക് കഴിയില്ലേ? അപ്പോൾ വംശഹത്യ ആയിരുന്നില്ല ഇത്. ഹോമിസൈഡ് അല്ലെങ്കിൽ ജനോസൈഡ് ഒന്നും ആയിരുന്നില്ല. അതൊക്കെ വെറുതെ പറഞ്ഞ് പരത്തുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിപ്പോൾ എമ്പുരാൻ സിനിമയല്ല, ഏത് സിനിമ പറഞ്ഞാലും ശരി, യാഥാർത്ഥ്യം ഇതാണ്. ഗുജറാത്ത് കലാപത്തിൻ്റെ വസ്തുത എന്ന് പറഞ്ഞത് ഗോദ്രയിലെ സംഭവമാണ്. ഗോദ്രയിൽ മുസ്ലിം തീവ്രവാദികൾ അഴിഞ്ഞാടുകയാണ് ചെയ്തത്. അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണമായിട്ടാണ് മറുപക്ഷം സംഘടിതരായി തിരിച്ചാക്രമിച്ചത്. ആക്രമത്തിൽ കൊല ചെയ്യപ്പെട്ട മൊത്തം 12,000-ഓളം പേര് കൊല ചെയ്യപ്പെട്ടു എന്നാണ് അനൗദ്യോഗികമായ കണക്ക്. ഔദ്യോഗികമായിട്ടുള്ള കണക്ക് പ്രകാരമാണ് ഞാൻ ഈ പറഞ്ഞ 700 ചില്ലാനും മുസ്ലിങ്ങളും 300ഓളം വരുന്ന ഹിന്ദുക്കളും കൊല ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞത്. കൊല ചെയ്യപ്പെട്ടവരിൽ നിരപരാധികളും സ്വാഭാവികമായി ഉൾപ്പെട്ടു പോകും. കാരണം ഒരു കലാപത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വരുമ്പോൾ ആളുകളെ തെരഞ്ഞു നോക്കിയിട്ടാവില്ല. പക്ഷേ കുത്തുബുദ്ദീൻ അൻസാരി ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഹൈന്ദവ തീവ്രവാദികളെന്ന് പറയുന്നവർ അത്ര വലിയ തീവ്രവാദികളല്ല, മനുഷ്യപ്പറ്റുള്ള തീവ്രവാദികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ തീവ്രവാദികളും മോശമാണെന്ന് പറയുമ്പോൾ തന്നെ ലോകത്തെ
ഈ ജിഹാദി തീവ്രവാദികളെക്കാൾ എത്രയോ കുറച്ചുകൂടി ഫാർ ബെറ്ററാണ് ഈ ഹൈന്ദവ തീവ്രവാദികൾ എന്ന് പറയുന്ന വിഭാഗം എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കുത്തുബുദ്ദീൻ അൻസാരി എന്നും ജീവിച്ചിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും.